ഇപ്പോൾ അർജുൻ്റെ വീട്ടിൽ ജോഷ്ലയുണ്ട്. ജോഷ്ല വളരെ ദുഃഖകരമായ ഒരു സന്ദർഭത്തിലൂടെ, ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം. ഏറെ അനിശ്ചിതത്വത്തിന് വിരാമമായെങ്കിൽ പോലും ഒരു അർജുൻ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, 71 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള ഒരു ചെറിയൊരു ആശ്വാസത്തിലാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ ഉള്ളത്. എന്നാൽ കുടുംബം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ആ സമയം മുതൽ അർജുൻ്റെ വീട്ടിനുള്ളിൽ കിടപ്പിലാണ് എല്ലാവരും. അർജുൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങൾ ഒക്കെ തന്നെ വീട്ടിനുള്ളിൽ കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അർജുൻ്റെ സഹോദരി, ഭാര്യ ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. 71 ദിവസമായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 16 മുതൽ മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം അർജുൻ തിരിച്ചെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. എന്തായാലും നാട്ടുകാർ വിവരമറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് ചടങ്ങുകൾക്കൊക്കെയുള്ള, സംസ്കാര ചടങ്ങുകൾക്കൊക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും DNA ടെസ്റ്റ് വേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മൃതദേഹം ഇവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസത്തെ ഒരു കാത്തിരിപ്പ്. അർജുൻ്റെ മൃതദേഹമെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് എങ്കിലും കയ്യിൽ കിട്ടും എന്നുള്ള ഒരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നേരത്തെ ഒരു ആശ്വാസമല്ലാതെ ഏത് ബന്ധുവും പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആ ഒരു പ്രതീക്ഷ ഇല്ലാതായി എന്നുള്ളതാണ്. ആ ഒരു പ്രയാസം എന്തു തന്നെയായാലും ബന്ധുക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാത്തത്. അവർ കിടപ്പിലാണ്. ഇന്ന് ഉച്ച മുതൽ ഭക്ഷണമൊന്നും കഴിക്കാതെ അച്ഛനടക്കം കിടന്ന് കരയുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോകാതിരിക്കുകയാണ്, ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു നീണ്ട ദിവസങ്ങൾക്കുള്ളിലെ ഒരു ആശങ്കയ്ക്ക് വിരാമമായിരിക്കുന്നു. അവസാനം അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവ് ലഭിച്ചാൽ മതി എന്നുള്ള ഒരു മനസ്ഥിതിയിലേക്ക് വീട്ടുകാർ പോയിരുന്നു. അതിന് വിരാമമായിരിക്കുകയാണ്. അർജുൻ്റെ ബോഡി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. DNA ടെസ്റ്റ് കഴിഞ്ഞ് ഒരുപക്ഷെ DNA ടെസ്റ്റ് വേണ്ടി വരില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇവിടേക്ക് ബോഡി എത്രയും വേഗം തന്നെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നാട്ടുകാരടക്കം എത്തിച്ചേർന്നിരിക്കുന്നത്. ബിനു. യെസ്, ജോഷ്ലയാണ് ആ കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ കുടുംബം ഏറെ ദുഃഖത്തോടെ വീട്ടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ എടുക്കാൻ മാധ്യമപ്രവർത്തകർ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി എത്രയും പെട്ടെന്ന് ആ ഒരു മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ.